ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനമാണ് നമ്മുടെ ധ്യാന വിഷയം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 5 അധ്യായങ്ങളാണുള്ളത്. നമ്മൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും. 5 അധ്യായങ്ങൾ 5 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 5 തീംസ്, 5 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, 5 പ്രധാനപ്പെട്ട ആശയങ്ങൾ, 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഓരോ അധ്യായത്തിലും പ്രധാനമായും 5 പ്രമേയങ്ങൾ. നമുക്ക് ഓരോന്നോരോന്നായി ധ്യാനിക്കുക. 1-ാം അധ്യായം 2, 3, 12 വാക്യങ്ങൾ വായിക്കാം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷ സന്തോഷമെന്ന് എണ്ണുവിൻ. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് മനസ്സിലായോ? 1-ാമത്തെ അധ്യായം വെളിപ്പെടുത്തുന്നത് വിശ്വാസം. അടിസ്ഥാന വിഷയം അതാണ്. അത് പരീക്ഷകളാൽ തെളിയുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിന്റെ വിഷയം ദി ടെസ്റ്റിംഗ് ഓഫ് ദി ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശോധനയാണ്. 1:6. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. വിശ്വാസത്തോടെ യാചിച്ച് കാര്യങ്ങൾ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം അടിസ്ഥാനമാണ് ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അത് വിശ്വാസമാണ്. വിശ്വാസമാണ് വാസ്തവത്തിൽ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകുമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ശതാധിപൻ്റെ വിശ്വാസത്തെ ശ്ലാഘിച്ചു. ഇത്ര വലിയ വിശ്വാസം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതേ സമയത്ത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ശോധനകൾ വരും. അതെന്തിനാണ്? നമ്മളെ പരാജയപ്പെടുത്താനല്ല. ഇറ്റ് ഈസ് ഫോർ ദി സ്ട്രെങ്തനിങ് ആൻഡ് ദി പ്യൂരിഫിക്കേഷൻ ഓഫ് ദറ്റ് ബിലീവർ. നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടല്ല, നമ്മളെ തളിർത്ത് വളരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എബ്രായർ 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ കാര്യം പറയുന്നു. 11:6 വായിക്കാമോ? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അത് തന്നെ യോഹന്നാൻ ശ്ലീഹായും പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. വിശ്വാസം കൂടാതെ നീ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും, എന്തുമാത്രം ദൈവവേല ചെയ്താലും, എന്തുമാത്രം അധ്വാനിച്ചാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിക്കണമോ? അചഞ്ചലമായ അടിസ്ഥാനമുള്ള വിശ്വാസം വേണം. ശോധനയിൽ പതറാത്തതായ വിശ്വാസത്തിൻ്റെ ആഴം നിങ്ങൾ തെളിയിക്കണം. വിശ്വാസം പരീക്ഷകളാൽ തെളിയുന്നു എന്നുള്ളതാണ് 1-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നത് 6-ാം അധ്യായം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ആത്മാർത്ഥയോട് പറയുകയാണ്, ഞങ്ങൾക്ക് നിന്നെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും അത് നടക്കുന്നില്ല. ഞങ്ങളുടെ പല കാര്യങ്ങളും കണ്ടിട്ട് കർത്താവ് വേദനിക്കുന്നുണ്ട്. ഞങ്ങൾ ഉള്ളം തൊട്ട് ആത്മാർത്ഥയോടെ കർത്താവ് ഇതിനോട്ട് കാര്യം ചോദിക്കട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കുറേ പുണ്യപ്രവൃത്തികൾ ചെയ്താൽ മതിയോ? ദാനധർമ്മങ്ങൾ ചെയ്താൽ മതിയോ? കുറേ നേരം വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? കർത്താവിനെ കാണുമ്പോൾ കൈകൂപ്പി വിനയത്തോടെ താഴ്മ കാണിച്ചാൽ മതിയോ? ഞങ്ങൾ നിന്നെ പ്രസാദിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വന്ന ശബ്ദം എന്താണ്? 6:28-29 വായിച്ച്. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഏത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? തയ്യാറാണ്, ചെയ്യാം. ഏതാണ് ചെയ്യേണ്ടത്? യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. കേട്ട എല്ലാവരും, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. വിശ്വാസമാണ്. ഹല്ലേലൂയ. പൊന്നുതമ്പുരാൻ എന്നെ അയച്ചു, പിതാവാൻ ദൈവം എന്നെ അയച്ചു. ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മരിക്കാൻ വേണ്ടിയിട്ട് അയച്ചു. നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത പലതും നിങ്ങൾ കാണും, പക്ഷെ നിങ്ങൾ അവിശ്വസിക്കരുത്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, യാക്കോബ് ശ്ലീഹ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ ലേഖനം എഴുതാൻ നേരത്ത് മനസ്സിനകത്ത് പല കാര്യങ്ങളുണ്ടായിരുന്നു. വായിച്ച് 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച്.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ആ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന്റെ ശോധനയിൽ തളർന്നു പോകാതെ, വീണു പോകാതെ, പരാജയപ്പെടാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ജീവന്റെ കിരീടം ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. കർത്താവായ യേശുക്രിസ്തു വലിയൊരു മർമ്മം പറഞ്ഞു. ആ മർമ്മം എന്താണ്? മർക്കോസ് 9:23 വായിച്ച്. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം നിങ്ങൾ ആവർത്തിച്ച് പറയണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. 11-ാം അധ്യായം 21 കൂടി എടുക്കണം. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. All things are possible to him who believes. All things are possible to him who believes. 11:21 എന്താ പറഞ്ഞ? ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വിശ്വാസം വലുതാണ്. ദൈവത്തിന് വിശ്വസിച്ചാൽ മഹത്വം കാണും. ചീഞ്ഞ് നാറിക്കിടക്കുന്ന ലാസർ ജീവനോടെ പുറത്തു വരണമോ? അതിൻ്റെ പിന്നിൽ വ്യാപരിക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ ഒരുക്കിയതായ രക്ഷാപദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ദൈവമക്കളെ, അത് ഒരു രോഗത്തിനൊരു മരുന്ന്, ഒരു ഗുളിക ഡോക്ടർ തരുന്നത് അങ്ങോട്ട് വിഴുങ്ങുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ട് വിഴുങ്ങിയത്. ഞങ്ങളൊക്കെ ഇച്ചിരി രുചിച്ചുകൊണ്ടല്ലേ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ചെന്ന് ചങ്കച്ചോരയ്ക്ക് പാപമോചനം തരുവാനുള്ള അധികാരമുണ്ട് എന്ന് തത്വം പറയുകയല്ല, അത് രുചിച്ചുകൊണ്ടാണ് പറയുന്നത്. രക്താംബരം ഹിമം പോലെ വെളുപ്പിക്കാൻ കുഞ്ഞാടിൻ്റെ ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോര മതിയായതാണ്. ഓ, രക്താംബരം ഹിമം പോലെ വെളുക്കും. ഞാൻ ഈ കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ പ്രകടമായ തെറ്റുകൾ വന്നു. എന്നെ വെളുപ്പിക്കണമെന്നല്ല പറഞ്ഞത്, ഹിമത്തേക്കാൾ വെണ്മയാകേണ്ടതിന്. ഈ ലോകത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും പ്രകാശിക്കുന്ന വെണ്മ ഹിമമാണ്, മഞ്ഞ്. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് അതിനേക്കാൾ വെളുക്കണം. വിശ്വാസ പ്രാർത്ഥന അത് നടക്കും. 1-ാമത്തെ അധ്യായം വിശ്വാസം പരീക്ഷകളാൽ തെളിയുന്നു. 2-ാമത്തെ അധ്യായം എന്താണ്? 2:14-19 വായിച്ച്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ദൈവത്തിന് സ്തോത്രം. വിശ്വാസം പ്രവൃത്തികളാൽ തെളിയുന്നു. 19-ാമത്തെ വാക്യം വായിച്ച്. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഭയത്തോടെയാണ് പിശാചുകൾ ദൈവത്തെ കാണുന്നത്. വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 26-ാമത്തെ വാക്യം വായിച്ച്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഉണ്ടെന്ന് എല്ലാവരും പറയും, സാത്താനും പറയും. നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവമക്കൾ കരുതലോടെ ഒന്ന് കേട്ട് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫെയ്ത്ത് ഈസ് ഡെഡ് ഇഫ് ഇറ്റ് ഈസ് വിത്തൗട്ട് ഡീഡ്സ്. ദൈവമക്കൾ, നിങ്ങൾ വിശ്വാസികളാണ്. തെളിയിക്കുക. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ അത് അന്വർത്ഥമായി തീരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മോചനം നിങ്ങൾ അനുഭവിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർത്തിപ്പിക്കാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാപത്താൽ മരിച്ചതായി നിങ്ങളുടെ ആത്മാവ് ജീവന്റെ പുതുക്കത്തിൽ ചൈതന്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം ഉയരട്ടെ. മത്തായി 3:8 വായിച്ച്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ലൂക്കോസ് 3-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ ആ അർത്ഥം തന്നെയാണ്. ഞാൻ മാനസാന്തരപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളൊന്ന് തെളിയിക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങളൊന്ന് കായ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം.
3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മനസ്സുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരെല്ലാം മാനസാന്തരപ്പെട്ടു എന്ന് ചോദിച്ചാൽ കൈവെക്കാൻ ഈ ഹോളിലും ചുറ്റുപാടും അനേകർ കാണും. വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രകടമാക്കുന്നുണ്ടോ? ദൈവം സ്നേഹമാകുന്നു എന്ന് നിങ്ങൾ വചനം പറയും, വചനത്തിലുണ്ട് താനും. ആ സ്നേഹമാണ് സഹോദരൻ നിന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ശരീരമാണ് എന്നുള്ള വചനം നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം തീയാണ് നിങ്ങൾ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഘോഷിക്കുന്നുണ്ട്. നിങ്ങൾ ആ തീ പിടിച്ച അനുഭവത്തിലാണോ ജീവിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് നിങ്ങൾ സാക്ഷിക്കുന്നുണ്ട്, ഘോഷിക്കുന്നുണ്ട്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഏത് നിമിഷവും വരുമെന്നുള്ളതായ സത്യം നിങ്ങൾ തത്വമായിട്ട് അറിയാമെങ്കിലും അത് വിശ്വാസത്തോടെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവെ വേഗം വരണമേ എന്ന് ആത്മാർത്ഥമായി പറയുവാൻ തക്കവണ്ണം ഉണർവോടും ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടിയാണ് നിൽക്കുന്നത്. ആത്മീയത്തിൽ വാക്കുകളുടെ കസർത്തല്ല. ഫെയ്ത്ത് വിത്തൗട്ട് ഡീഡ്സ് ഈസ് ഡെഡ്. ദൈവമക്കളെ, എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം, എ മാൻ മസ്റ്റ് പ്രൂവ് ഹിസ് ക്രിസ്ത്യാനിറ്റി ബൈ ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. വാക്കുകളുടെ കസർത്തൊക്കെ നിൽക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം ഒരിക്കലും നല്ല പ്രവൃത്തികളും രക്ഷപ്പെടുകയില്ല, പക്ഷെ നല്ല പ്രവൃത്തികൾക്കായിട്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യർക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, അതുകൊണ്ട് ഏതെങ്കിലും വിശ്വാസം മാത്രമല്ല, വിശ്വാസവും പ്രവൃത്തിയും. എഫേസ്യർ 2-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം വായിച്ച്. എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തികളാൽ തെളിയിക്കണം. ഇന്ന് വരെ അങ്ങനെ കാണിക്കുമോ നിങ്ങൾ? ദൈവമക്കളെ, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മഹത്വം കാണാം. ആ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ കൂടി വെളിപ്പെടണം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, വി ആർ നോട്ട് സേവ്ഡ് ബൈ ഗുഡ് ഡീഡ്സ്, ബട്ട് വി ആർ സേവ്ഡ് ഫോർ ഗുഡ് ഡീഡ്സ്. 1, വിശ്വാസം പരീക്ഷകളാൽ തെളിയുന്നു. 2, വിശ്വാസം പ്രവൃത്തികളാൽ തെളിയുന്നു. 3-ാമത്തും വിശ്വാസം തന്നെയാണ്. 3-ാം അധ്യായം എടുത്ത് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ദൈവത്തിനകത്തും ദൈവമക്കളെ, വളരെ കരുതലോടെ കേൾക്കേണ്ടതായ ഒരു കാര്യമാണ്. വിശ്വാസം വാക്കുകളാൽ തെളിയുന്നു. വിശ്വാസം വാക്കുകളാൽ തെളിയുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ, മനുഷ്യ ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ പറയുന്നു. ഏത് നിസ്സാര വാക്കിനും. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം എന്ത് ഭയാനകമായിട്ടാണ് നാവിനെ കുറിച്ച് പറയുന്നത്. നരകത്തിന്റെ തീ കത്തിക്കുന്നതായ ഒരവയവമാണ് വാസ്തവത്തിൽ നാവ്. അനുഭവത്തിൽ നിന്നൊരു കാര്യം നിങ്ങളോട് പറയാം. അനേകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. അനേകർ നരകത്തിൽ പോകുവാൻ കാരണം അവരുടെ നാക്കാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരാളുടെ സംസാരത്താലെ വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. നാക്കിൻ്റേതായിരിക്കുന്ന പ്രയോഗത്തിൽ ഒരുവന്റെ ഹൃദയം പ്രതിഫലിക്കുന്നു എന്നാണ് മഹാത്മാഗാന്ധിജി വീണ്ടും പറഞ്ഞത്. ഒരാളുടെ സംസാരം. കാരണം കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയെന്നാണ് വായ സംസാരിക്കുന്നത്. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പോയാൽ പോരാ.
അതാണ് ലൂക്കോസ് 4 ലൂക്കോസ് 4-ാം 22 വാക്യം. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അത് ആ ഒരു വാക്ക് കിട്ടാനില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു പദപ്രയോഗം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ടവർ പറഞ്ഞു അവന്റെ ലാവണ്യ വാക്കുകൾ. ലാവണ്യ വാക്കുകൾ. തറുതൽ പറയുന്ന സഹോദരിമാരെന്ന് കേട്ടേ. എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം ദൂഷികൾ നമ്മെക്കുറിച്ച് പറഞ്ഞു വരുത്തിയാലും നമ്മളിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകളായിരിക്കണം. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായ വാക്കുകൾ സഹോദര നിന്റെ ജീവിതത്തിൽ വരരുത്. 15:1 വായിച്ച്. 15:1. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. 12:18 വായിച്ച്. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൂർച്ചയായി സംസാരിക്കുന്നവർ കുന്തം പോലെ കുത്തി ഉണങ്ങാത്തായി മുറിവുണ്ടാക്കിയാണ്. 10-ാം 19 വായിച്ച്. വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കയില്ല. വാക്ക് പെരുകിയാൽ അധർമ്മം പെരുകും. ദൈവമക്കളെ, ഇതെല്ലാം വെച്ചുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട് എങ്ങനെ വേണം അത്. ഒന്ന് ശ്രദ്ധിക്കാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുമോ? അനേക വഴക്കുകൾ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. ചില വാക്ക് തർക്കങ്ങളല്ലേ. സ്നേഹത്തോടെ ഇടപെട്, വിനയത്തോടെ സംസാരിക്കും, മധുരമായിട്ടൊന്ന് ഇടപെട്, മുറിപ്പെടുന്ന വാക്കുകൾ വരാതെ ശ്രദ്ധിക്കുക. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൊലോസ്യർക്ക് ലേഖനത്തിലും എഫേസ്യർക്ക് ലേഖനത്തിലും. 4-ാം അധ്യായത്തിൻ്റെ 6 വായിച്ച്. കൊലോസ്യർ 4:6, എഫേസ്യർ 4:29 വായിച്ച്. നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കൃപ വരുത്തുന്നതായ വാക്കുകൾ. ഒന്നോടെ കേൾക്കണം. നല്ല മധുരമുള്ളതായ പലഹാരം ശരിയും കൂടെ കിട്ടിയാൽ കൊള്ളാം. ആ വാക്കുകൾ ആ വ്യക്തി കുറെ കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് തോന്നാൻ തക്കോണം നമ്മളുടെ വാക്കുകൾ മധുരമായിരിക്കണം. എഫേസ്യർ 4:29 വായിച്ച്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. തീരുമാനിക്കാമോ നിങ്ങൾക്ക്? ദൂരം കേട്ടത് ദൈവമക്കളെ, ആകാത്ത വാക്കുകളില്ല, നല്ല വാക്കുകൾ ധാരാളം എൻ്റെ നാവിൽ നിന്ന് വരും. അങ്ങനെ നമ്മുടെ കൂട്ടായ്മയിലെ ദൈവമക്കളുടെ നാവിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് അടർന്നു വന്നതുപോലെ ലാവണ്യ വാക്കുകളാണ് വരുന്നതെങ്കിൽ ദേശമിളകും, കുടുംബങ്ങൾ കൊച്ചു സ്വർഗമായി മാറും. വചനം പറയുന്ന നാവല്ലേ, കുർബാന അനുഭവിക്കുന്ന അധരമല്ലേ, ദൈവത്തെ സ്തുതിക്കുന്നതല്ലേ. ഇതേ ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും വരുമോ? ഇന്നു മുതൽ ഞാൻ വളരെ വിനയത്തോടെ കെഞ്ചിക്കൊണ്ട് നിങ്ങളോട് പറയട്ടെ, മധുര വാക്കുകൾ മാത്രമേ എൻ്റെ നാവിൽ നിന്ന് വരികയുള്ളൂ എന്ന് തീരുമാനിക്കാമോ? മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുന്നത് മാത്രം. പരദൂഷണത്തിൻ്റെ വാക്കുകൾ ഇന്ന് വരികയില്ല. കുത്തി മുറിവേൽപ്പിക്കുന്ന കോപത്തിൻ്റെ വാക്കുകൾ വരികയില്ല. കൃപയോടുകൂടി മധുരവാക്കുകൾ മാത്രം. അപ്പോൾ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. 1-ാമത്തെ അധ്യായം വിശ്വാസം പരീക്ഷകളാൽ തെളിയുന്നു. 2-ാമത്തെ അധ്യായം വിശ്വാസം പ്രവൃത്തികളാൽ തെളിയുന്നു. 3-ാമത്തെ അധ്യായം വിശ്വാസം വാക്കുകളാൽ തെളിയുന്നു. 4-ാമത്തെ അധ്യായം എന്താണ്? യാക്കോബ് 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം വായിച്ചു. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ല. അടുത്ത വാക്ക്. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. എല്ലാവരും കേട്ടോ? അത് ഞാൻ ഞെട്ടലോടെയാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യാക്കോബ് ഒരു വിശ്വാസി വിളിക്കുന്നത് വ്യഭിചാരിണി എന്നാണ്. വിശ്വാസം ലോകസ്നേഹത്തോടുള്ള ബന്ധത്താൽ തെളിയുന്നു. The love for the world is spiritual adultery. The love for the world is spiritual adultery. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവായ യേശു ക്രിസ്തു എന്ന നിർമ്മല പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ തേജോമയനായ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന നിർമ്മല മണവാട്ടിയാണ്. എൻ്റെ മണവാളൻ ആര്? ദൈവത്തിന് സ്തോത്രം. മണവാട്ടി, നീ വ്യഭിചാരിണിയായി മാറിയിട്ടുണ്ടോ? ദൈവം വേദനിക്കുന്ന വ്യഭിചാരിണിയായി തീർന്നിട്ടുണ്ടോ? അതിനുള്ള കാരണം ഈ ലോകത്തോടുള്ള പറ്റുമാനമാണ്.
ദൈവത്തിൻ്റെ മഹത്വം. മാത്രമല്ല, രണ്ട് പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ. ഒന്ന്, ലോകത്തോടുള്ളതായ സ്നേഹത്തിലാണോ നിന്നെ ദൈവം വിളിക്കുന്നത് വ്യഭിചാരിണി എന്നാണ്. രണ്ട്, നീ ദൈവത്തോടുള്ളതായ സ്നേഹത്തെക്കാൾ ഉപരിയായി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നുണ്ടോ, നീ ദൈവത്തിൻ്റെ നമ്പർ 1 ശത്രുവാണ്. ദൈവത്തിന് സ്തോത്രം. ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യങ്ങൾ കേട്ടോ. ഹല്ലേലൂയ. ലവ് ഫോർ ദി വേൾഡ് ഈസ് സ്പിരിച്വൽ അഡൾട്ടറി. ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഗോഡ്. ദൈവമക്കളെ, ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കി. ഞാൻ ദൈവത്തിൻ്റെ ശത്രുവാണ്, ദൈവത്തിൻ്റെ മിത്രമാണ്. To live for Christ is to live against the world. A believer's step that is out of step with the worldly steps. കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 17-ാം അധ്യായത്തിൽ, യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വളരെ കരുതലോടും സത്യയോടും കൂടി നാം കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. 14 മുതൽ 18 വരെ 17-ാം അധ്യായം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായികൊണ്ട് ലോകം അവരെ പകച്ചു. ഞാൻ ലൗകികനല്ല. ഐ ആം നോട്ട് എ വേൾഡ്ലി മാൻ, ഐ ആം എ സ്പിരിച്വൽ മാൻ. ഒരു ദൈവത്തിലും ഒരിക്കലും ഒരു ലൗകികനാവാൻ വയ്യ. വായിച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. വായിച്ചു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. തീരുമാനിക്കാമോ നിങ്ങൾക്ക്? കർത്താവായ യേശുക്രിസ്തു ലോകത്തിലാണ് നടന്നതും പ്രവർത്തിച്ചതും ജീവിച്ചതും. പക്ഷെ ഞാൻ ലൗകികനല്ല. കപ്പലോടുവാൻ വെള്ളം വേണം. നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ആ വെള്ളം അകത്ത് കയറിയാൽ കപ്പൽ മുങ്ങിപ്പോകും. ഇന്ന് ഞാൻ വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും പറയട്ടെ, ഇന്ന് സഭയെ മുടിക്കുന്നത്, കൂട്ടായ്മയെ തകർക്കുന്നത്, ഒരു വിശ്വാസിയെ തകർത്ത് തരിപ്പണമാക്കുന്നത് പ്രകടമായ ചില പാപങ്ങളെല്ലാം ലോകത്തോടുള്ള പറ്റുമാനമാണ്. വേൾഡിനെസ് ഈസ് എനിമിറ്റി വിത്ത് ഗോഡ്. 2 തീമോത്തിയോസ് 4:10 കൂടി വായിക്കാം. 2 തീമോത്തിയോസ് 4:10. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ വളരെ വ്യക്തമായി തോന്നുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നമുക്ക് ലോകം വേണം, പക്ഷെ അതകത്ത് കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. 2 തീമോത്തിയോസ് 4:10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അതാണ് കാര്യം. എന്നെ വിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാൻ കാരണം ഈ ലോകസ്നേഹമാണ്. നിങ്ങൾ എന്തു പറയും? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശത്രുവാകണം, ദൈവത്തിൻ്റെ മിത്രമാകണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. അതിന് നിർത്തേണ്ടടുത്ത് നിങ്ങൾ നിർത്തണം. എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്. ലോകം വേണ്ടെന്നല്ല ഞാൻ പറയുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചും ലോകത്തിൽ നിന്ന് വരെ എടുക്കണമെന്നല്ല. വക്രതയും കോട്ടവും നിറം തലമുറയുടെ നടുവിൽ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നിൽക്കണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. വി ആർ ഇൻ ദിസ് വേൾഡ് ബട്ട് വി ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. ആ ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവസാനത്തെ അധ്യായം എന്താണ്? വായിച്ചേ. 5-ാം അധ്യായത്തിന്റെ 7 മുതലായ വാക്യങ്ങൾ വായിച്ച് 7 മുതൽ 9 വരെ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. വിശ്വാസം ഭാവി പ്രത്യാശയിൽ തെളിയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15:19 വായിക്കണം. 1 കൊരിന്ത്യർ 15:19. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളം ത്രസിക്കുകയാണ്. ഞാൻ ഈ ആരെക്കുറിച്ച് പ്രസംഗിച്ചുവോ, ആ പ്രാണപ്രിയൻ വരാറായി. എൻ്റെ മണവാളൻ. ഹല്ലേലൂയ. മധ്യാകാശത്തിൽ മണിപ്പന്തൽ ഒരുക്കി തീർത്ത് ഈ മണവാട്ടിയായിരിക്കുന്ന പാവപ്പെട്ട അടിയനെ ചേർക്കാൻ വരാറായി. ഹല്ലേലൂയ. ആ ഒരു പ്രേമത്തിന്റെ ശക്തി കാന്തം എൻ്റെ അന്തരംഗത്തിൽ കത്തുന്നുണ്ട്, എന്നെ ആകർഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സ്വർഗനാട്ടിൽ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ എനിക്ക് എത്തണം. നന്ദിയോടെ സ്തോത്രം. 1 കൊരിന്ത്യർ 15:19 വായിച്ചേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ
സകല മനുഷ്യരിലും അരിഷ്ടരാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. സ്വർഗ വീടുണ്ട് ദൈവമക്കളെ. കൂടാരമായി ഭവനം അഴിഞ്ഞു പോകും. നിങ്ങൾ ഒരിക്കൽ കേൾക്കും, അന്ന് അവിടെ പ്രസംഗിച്ച CM മാത്യു സാറ് ഹീസ് നോ മോർ, കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇവിടെ തപ്പിയാൽ കിട്ടിയില്ല. തപ്പിയാൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, സ്വർഗ വീട്ടിലൻ പ്രിയൻ തീർത്തരും സ്വർഗ വീട്ടിൽ. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനതോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറന്നുയരാറായി. നന്ദിയോടെ സ്തോത്രം. കൂടാരമായി ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം പൊന്നുതമ്പുരാൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കി തീരാറായി. അവൻ വരാറായി. കാഹളനാദം കേൾക്കാറായി. നന്ദിയോടെ സഭ എടുക്കപ്പെടാറായി. ദൈവമക്കളെ, നിങ്ങൾ ഒരുങ്ങിയോ? നമ്മുടെ തലങ്ങളെ വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ വീരന്മാരായി നിൽക്കണം. കർത്താവായി യേശുക്രിസ്തു രണ്ടാമത്തെ വരവിലായി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ മണവാട്ടിയെപ്പോലെ കർത്താവായി യേശുക്രിസ്തുവാണ് എൻ്റെ മണവാളെന്നുള്ളതായി ബോധ്യത്തിൽ ആയിരങ്ങളിലും പതിനായിരങ്ങളും സുന്ദരനായിരിക്കുന്ന യേശുവിൻ്റെ കറപറ്റാത്ത വിശുദ്ധ മണവാട്ടിയായി ഞാൻ നിൽക്കുമെന്നുള്ള തീരുമാനത്തോടെ നിങ്ങൾക്ക് തലകളെ വണക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗ വീട്ടിലെത്തിക്കുവാൻ തക്കവണ്ണം വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും കഴുകുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാതെ കാക്കണമേ. വരവെങ്കിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ അടിയങ്ങളെ ഉൾപ്പെടുത്തണമേ. മഹത്വം തിരുമേനെടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ.